ഹായ് ഹലോ നമസ്കാരം. നമുക്കിത് മുട്ട ബജ്ജി ഉണ്ടാക്കാവേ. അപ്പം ഞാൻ 5 മുട്ടയെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. നിങ്ങളും ആവശ്യത്തിനുള്ള മുട്ടയെടുത്ത് പുഴുങ്ങാനിടുക. അപ്പം പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മസാലയൊക്കെ എടുക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ ഈ പച്ചമുട്ട, നമ്മൾ പുറത്തൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ ഈ പച്ചമുട്ട കാണുമ്പോൾ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ആദ്യം വന്നിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മുട്ട. റെഡ് കുറച്ച് പഴക്കമുള്ള മുട്ടയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് പതിയെ കിട്ടിയൊരു അറിവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ പച്ചമുട്ട എടുക്കാൻ നോക്കണേ. അപ്പോൾ ഡേറ്റ് ഒന്ന് നോക്കിയാൽ മതി. റെഡ് കുറച്ച് പഴക്കമുള്ള മുട്ടയായിരിക്കും എന്നാണേ. അപ്പോൾ അറിയത്തില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. അപ്പം നമ്മൾ കടലമാവാണ് ആവശ്യത്തിന് എടുത്തേക്കുന്നത്. മുട്ട ബജിക്ക് കടലമാവാണ് വേണ്ടത്. കൂടെ ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, ആ നൈസ് അരിപ്പൊടിയും കൂടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും. പിന്നെ മെയിൻ ഒരു സാധനം കായ ഇട്ടേക്കുന്നത്. ഞാൻ നെല്ലറയുടെ കായയായിട്ട് എടുത്തേക്കുന്നത്, കായപ്പൊടി. പിന്നെ കായപ്പൊടി അല്ലാതെ കായ ഉണ്ടെങ്കിൽ അത് ചെറു ചൂടുവെള്ളത്തിലൊന്ന് അലിയിപ്പിച്ച് അതൊഴിച്ചാലും മതി കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഇത്രയും സാധനങ്ങൾ എടുത്തു. നിങ്ങളെടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ച് ഈ പൊടിയുടെയൊക്കെ ക്വാണ്ടിറ്റി മാറ്റണം. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കുട്ടന്മാരെല്ലാം ഇവിടെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇവന്മാരെ ഊറ്റി മറുടുപ്പ് ഊരണം. അപ്പോൾ ഞാനിത് ആ ചൂടുവെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ ഈ മുട്ടയ്ക്കകത്തോട്ട് പച്ചവെള്ളം ഒഴിച്ച് വെക്കണം. അപ്പം മുട്ടയുടെ തോട് പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ കിട്ടുമെന്ന് എന്നോട് സുമാൻറ്റി പറഞ്ഞു കേട്ടോ. അപ്പം ഇതും എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുമായിരുന്നു. പച്ചവെള്ളം ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടും, മുട്ട ചൂട് മാറും. പിന്നെ ഞാൻ ആ കൂടെ തന്നെ സബോളയും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇതേ മാവിൽ. അപ്പോൾ സബോള ഇങ്ങനെ ക്യൂബായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മാവിൽ തന്നെ മുക്കി സബോളയും കൂടെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കടലമാവൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. അതായത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ബാറ്റർ ഇരിക്കണം. ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയായാലും കുഴപ്പമില്ല, ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കടലമാവും അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഇത്രയായിട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ ഇത് അത്തപ്പൂക്കളം നെത്തി വെച്ചേക്കുന്ന പോലെ മുട്ടയെല്ലാം ഞാൻ പുഴുങ്ങി നല്ല പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരെ പതിയെ ഉണ്ണി പൊട്ടിപ്പോവാതെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നടുക്ക് സൂക്ഷിച്ച് കട്ട് ചെയ്ത് പതിയെ സാവധാനം കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്ത് 2 ആക്കി എടുക്കുക. മൊത്തത്തിൽ ഇട്ടാൽ ചിലപ്പോൾ എണ്ണയിലിടുമ്പോഴേ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാട്ടെ ഈ മുട്ട ബജി ഉണ്ടാകുമ്പോൾ 2 കഷ്ണമാക്കണേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലല്ലേ, പാമോയിൽ എടുത്താൽ മതി. അങ്ങനെ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തു. ഞാനിത്തിരി പിശുക്കിയിട്ടുണ്ട്. കുറേ എണ്ണ എടുത്ത് മുങ്ങിക്കിടക്കുമ്പോൾ അതാട്ടോ നല്ലത്. ഞാൻ തിരിച്ച് മറിച്ച് ഇട്ടെടുക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലപോലെ തിളച്ചപ്പം പതിയെ മുക്കി 2 സൈഡിലും പിടിച്ച് മുട്ട മുക്കിയെടുത്താൽ മതി. നേരെ പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഉണ്ണി വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് മാവി മുക്കി ഇങ്ങനെ എണ്ണയിലേക്കിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആയും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഈ സബോള നല്ല ഷേപ്പിലൊക്കെ ആക്കിയാൽ നല്ലപോലെ കിട്ടും. സബോള ക്രിസ്പി ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ മുട്ട ബജിയും സബോളയും റെഡിയായി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.